ഹേ ഗൈസ്, കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആക്ടറാണ് വിജയ്. കേരളത്തിൽ വിജയിനെ അറിയാത്തവരും ഉണ്ടാവില്ല. വിജയിന്റെ ഒരുവിധ സിനിമയൊക്കെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിജയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. എന്നാൽ വിജയോടുള്ള ആരാധന മുത്ത് വട്ടായി പോയ രണ്ടുപേരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആളെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്പർ 1 ഉണ്ണിക്കണ്ണൻ, നമ്പർ 2 മിഥുൻ അണ്ണൻ. ഇവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ണിക്കണ്ണന്റെ ഒരു വീഡിയോ തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? ഇല്ല, നിങ്ങൾക്ക് മാത്രമേ എല്ലാം അറിയൂ. വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? ദേ ഇങ്ങനെയല്ലേ നിങ്ങൾ ഒരു അഭിനയിക്കും, വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അഭിനയിക്കാൻ അറിയെങ്കിൽ പറ്റും. എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹിക്കില്ല. നിങ്ങൾ അത് വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? വൈനോട്ട് അഭിനയം അറിയെങ്കിൽ ഒരു ഷോട്ടിലല്ല, ഒരുപാട് ഷോട്ടിൽ വിജയിന്റെ കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റും. ഇങ്ങനെ ഇത് എന്തൊക്കെയാ? അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ വേറൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ആൾക്ക് അഭിനയിക്കാൻ അറിയാം. അതുകൊണ്ടല്ലേ ഈ ലോകം മൊത്തം ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ. ഇങ്ങനെയൊന്നും പറയരുതിട്ട്. എങ്ങനെ ചിരിപ്പിക്കാനായിട്ട് ഓരോന്നും കൊണ്ടങ്ങ് ഇറങ്ങിക്കോളും. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വിജയിന്റെ പേരും പറഞ്ഞ് ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ കരയണമെങ്കിൽ ആ വ്യക്തിയുടെ തൊലിക്കെട്ടി നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം. കുഴപ്പമില്ലല്ലോ. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാ. ആങ്കർ ആണെങ്കിൽ അതിലും അപ്പുറം. എടാ, ആരാടാ ഇവരൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കുന്നേ? എന്തിനാടാ വിളിക്കുന്നേ? അതിന് ചേച്ചിക്ക് കുഴപ്പമില്ലല്ലേ അങ്ങനെ പറഞ്ഞത്? ഇല്ല ഇല്ല. അണ്ണന്റെ കരച്ചില് കഴിഞ്ഞ കണ്ണീര് വരാതെ കരയാൻ അണ്ണന് മാത്രമേ പറ്റൂ കേട്ടോ. അല്ല, ഇപ്പൊ ഇത്ര ഇഷ്ടമുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. കാരണം ഒരാൾക്ക് ആരാധന ഇത്ര അധികം ഉണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. ആരാധനയൊക്കെ നല്ല തന്നെ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ആ പരിധിന്റെ അപ്പുറം കടന്നു പോയാൽ അതെ ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ വന്ന് വിജയിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ കരയേണ്ടി വരും. വിജയാണ് മുമ്പിൽ നിൽക്കുന്നത്. പറയും പറയട്ടെ, ഞാൻ പറയും. നിർത്തിപ്പോ, അവളൊരു വിജയണ്ണൻ. വിജയണ്ണൻ ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട്. മുടിയും താടിയും വളർത്താനാ? വിജയ് ആര് അയ്യപ്പ സ്വാമിയാ മുടിയും താടിയൊക്കെ വെട്ടാണ്ട് പോയി കാണാൻ? എനിക്ക് അണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിത്തിരി കൂടുതലല്ലേ? എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ആഗ്രഹം. ഒരു പടവും കൂടി ഇല്ല അണ്ണ, അതിലൊരു ചെറിയൊരു വേഷം അണ്ണന്റെ പുറകിൽ നിൽക്കാൻ. മുന്നിൽ നിന്നാ പ്രശ്നമുണ്ടോ? അത് മാത്രം മതിയണ്ണ. അയ്യയ്യയ്യേ, എന്താണ് കാണിക്കുന്ന? ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് വിജയിന്റെ പേരും പറഞ്ഞ് കരയുന്നോ? അയ്യേ, ഇവരെ പോലുള്ളവരൊക്കെ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തുന്നവർക്ക് കിട്ടണടി. എന്തൊക്കെ കാണിക്കുന്നേ? അവരെന്തൊക്കെയോ കാണിക്കുന്നു, നിങ്ങൾ അവരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നു. അർഹതയുള്ളവരെ വിളിച്ചു വരുത്തിട്ട് ഇന്റർവ്യൂ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കൊണ്ട് കിടന്ന് എന്തോ സാഡ് സ്റ്റോറി പറയാൻ പോവാന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ചെന്നൈയിൽ പോയപ്പോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു പോലീസുകാരെ എന്താ ഇവിടെ കിടക്കുന്നു ചോദിച്ചു. അപ്പൊ പോലീസുകാരെ എന്താ പറഞ്ഞറിയോ? റൂം എടുത്ത് പോയി കിടക്കുന്നു പറഞ്ഞു. ആഞ്ജനേയ സ്വാമി റൂം എടുത്ത് പോയി കിടക്കാനല്ലേ പറഞ്ഞേ, അല്ലാതെ റെയിൽവേ പാളത്തിൽ ഇറങ്ങി കിടക്കാനൊന്നല്ലല്ലോ. ഇതൊക്കെ ഒരു കാര്യമാണോ? എന്തുവാണ് ഇതൊക്കെ? അണ്ണൻ ഭയങ്കര ടാലന്റ് ഉള്ള ഒരാളാണ്. അണ്ണന്റെ ടാലന്റ് ഇതാണ്. இந்த உலகம் ரொம்ப பெருசு, ரொம்ப ரொம்ப பெருசு. ஆப்பர்ச்சுனிட்டிஸ் அவ்வளவு இருக்கு, அவ்வளவு கொட்டி கிடக்கு. ഓവർ ടാലന്റഡ്. ഇതുപോലെ ഓരോന്ന് കഴുത്ത് തൂക്കിയിട്ട് അണ്ണൻ റോഡിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് അടുത്ത അണ്ണനെ കാണാം, മിഥുൻ അണ്ണൻ. എനിക്കൊരു ബ്രോ കമന്റ് ഇട്ടുണ്ടായിരുന്നു, വിജയണ്ണന്റെ വോയിസിൽ ഒന്ന് ട്രൈ ചെയ്യാൻ. എടാ വിളിയടാ, ആ കമന്റ് ഇട്ടവനെങ്ങ് വിളി. കത്തി മൂവിയിലെ ഡയലോഗ് എന്റെ വോയിസിൽ ട്രൈ ചെയ്യുന്നു. ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി 200 വ്യവസായ ഗ്രാമങ്ങളെ അയച്ചിருக்கு. കണ്ണും ചെവിയും പൊത്തിക്കേട്ട കറക്റ്റ് വിജയ്. കൊടുത്ത വില 9 വ്യവസായികളുടെ ഉയർ. ഞങ്ങൾ വേണമെങ്കിൽ ഒരു 5-6 പേരൊന്നിച്ച് ആത്മഹത്യ ചെയ്യാം. ഇതൊന്നും കാണാൻ വയ്യ. അങ്ങനെ കോപ്പ വന്നു, യൂറോ വന്നു. നമ്മളെ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, സുൽത്താൻ ഇവരൊക്കെ കളി കാണുമ്പോൾ ഞാൻ ഒരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചത്. എന്റെ വിജയണ്ണൻ ഒരു ഫുട്ബോൾ താരമാണെങ്കിൽ ഇവനൊക്കെ കാരണം ഇപ്പൊ കേരളത്തിൽ വിജയ്ക്ക് ഫാൻസ് കുറഞ്ഞു വരുന്നുണ്ട്. എത്ര ഞാൻ സന്തോഷിച്ചേന്. അങ്ങേരെ ബിഗിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, എത്ര റിയൽ ആയിട്ടാണ് അങ്ങേരെ
സ്റ്റില്ലും കാര്യങ്ങളൊക്കെ. എന്റെ പൊന്നടാവേ, അതൊക്കെ ഡ്യൂപ്പിനെ വെച്ച് ചെയ്യുന്നതാ. ആ ട്രെയിലറും ആ സിനിമയും കണ്ടാൽ നമുക്ക് രോമാഞ്ചം കൊള്ളു. നമ്മൾ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിപ്പോ. എന്റെ വിജയൻ എന്നൊരു 10ാം നമ്പറുകാരൻ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുതിട്ട്. എങ്ങനെ ചേട്ടൻ ഇമോഷണൽ. ഇന്ത്യയിൽ നിന്നൊരു പ്ലെയറിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് എനിക്കിപ്പം ദുഃഖിക്കുന്നത്. എന്റെ വിജയൻ ഒരു ഗോട്ടായി മാറി ഫുട്ബോൾ ലോകത്ത്. കുറച്ച് വിവരം ഉണ്ടായിരുന്നെങ്കിൽ വിവരദോഷി എന്നെങ്കിലും വിളിക്കായിരുന്നു. നമുക്കത് ദൈവം തന്നില്ല. പക്ഷെ ദൈവം നിന്നെപ്പോലെ ഒരു ആരാധകനെ വിജയ്ക്ക് കൊടുത്തു. അതിൽ നീ സന്തോഷിക്ക്, വിജയ് ദുഃഖിക്കട്ടെ. നന്ദി. നിങ്ങളെ പ്രിയപ്പെട്ട മിഥുനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ ഇന്ന് വിജയണ്ണന്റെ മൂവീസിലെ കുറച്ച് പാട്ടാണ് എന്റെ വോയിസിൽ അവതരിപ്പിക്കുന്നത്. മധുരൈ ഐസ് കട്ട് നിനക്ക് വിജയണ്ണൻ എന്താന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? കുട്ടി ഉള്ളുക്ക് നീ വണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇവനൊരു സൂര്യ ഫാനാണെന്നാ. ഇവൻ വിജയിനെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. നിനക്ക് വിജയണ്ണൻ എന്താന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? എന്റെ വിജയണ്ണൻ ഒരു ഫുട്ബോൾ താരമാണെങ്കിൽ ഇവര് രണ്ടുപേര് കാരണം വിജയ്ക്ക് കേരളത്തിലുള്ള ഫാൻ ബേസ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇവർക്ക് രണ്ടുപേർക്കും വിജയ് അണ്ണന്റെ കൂടെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.